ചിങ്ങവനം സെന്റ് മേരീസ് ശാലയപ്പള്ളിയിലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ 8 നോമ്പ് പെരുന്നാളിന് സമാപനം. തിങ്കളാഴ്ച നടന്ന 3 നോമ്പ് കുർബാനയ്ക്ക് കാനായ സമുദായ വലിയ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ സേവേറിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നാനാജാതി മതസ്ഥരായ വിശ്വാസികളുടെ അഭയകേന്ദ്രമായ ചിങ്ങവനം സെന്റ് മേരീസ് ശാലയപ്പള്ളിയിലെ വിശുദ്ധ ദൈവമാതാവിൻ്റെ ജന്മപ്പെരുന്നാളിൻ്റെ ഭാഗമായി നടന്നുവന്ന 8 നോമ്പ് പെരുന്നാളിന് ഭക്തിനിർഭരമായ സമാപനത്തിനുമായി തിങ്കളാഴ്ച നടന്ന വിശുദ്ധ 3 കുർബാനയ്ക്ക് കാനായ സമുദായ വലിയ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ സേവേറിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ലിബിൻ എബ്രഹാം, ഫാദർ ബെറ്റോ ജേക്കബ് വെട്ടിപ്പറമ്പിൽ എന്നിവർ സഹകാർമ്മികരായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വലിയ മെത്രാപ്പൊലീത്ത 8 നോമ്പ് സന്ദേശം നൽകി. ഇവിടെ നാം ഒന്നിച്ച് പരിശുദ്ധ ദീപാവലിക്ക് ഈ ഇടവകക്കാർ മറ്റിടവകകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളത്, അതോടൊപ്പം നാനാജാതി മതസ്ഥരായി ഇവിടെ വിശുദ്ധ തൊടോസിൽ ബലിപീഠത്തിൽ പേരോക്കാൻ നേർച്ച കാഴ്ചകളോടെ നോമ്പും ജാഗ്രതത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ മക്കളും പ്രിയപ്പെട്ടവരെ, അതിന് നാം ഒന്നിച്ചു കൂടുമ്പോൾ ദൈവസ്വർഗത്തിൽ എത്രമാത്രം സന്തോഷിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അനുഗ്രഹീതരായിരിക്കും പരിശുദ്ധ ദേവാലയത്തിന് ഉള്ളിൽ നിറഞ്ഞു അങ്ങ് പടിഞ്ഞാറ് മണ്ഡലത്തിലോട്ട് പടിഞ്ഞാറ് ആ കോമ്പൗണ്ട് മുഴുവനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ അത് ബാൽക്കണിയിൽ ദൈവാലയത്തിനുള്ളിലെ ബാൽക്കണിയിൽ നിറഞ്ഞ് ദൈവജനം ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ക്രിസ്തുയേശു പറഞ്ഞു, എന്റെ നാമത്തിൽ 2 3 പേർ എവിടെ കൂടിയാലും ഞാൻ മധ്യത്തിലേക്ക്. ഇത്രയും നമ്മുടെ ആളുകൾ വെച്ച് കൂടിയിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും സ്നേഹിച്ച് തന്നെ സ്നേഹിച്ച് താനാരുടെ ഉദരത്തിൽ കൂടി ലോകത്തിലേക്ക് കടന്നു വന്നു ആ ദൈവമാതാവായ തന്റെ അമ്മയായ സകല സുഹൃത്തുക്കളുടെ പൂർത്തീകരണവും മകുടവുമായ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുമ്പോൾ ആ തമ്പുരാന്റെ സുരക്ഷ എത്രമാത്രം സംപ്രീതനായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ആശീർവാദത്തിനും പാച്ചോർ നേർച്ചയ്ക്കും ശേഷം പെരുന്നാൾ റസ നടന്നു. തുടർന്ന് ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ കൊടിയിറക്കി. പെരുന്നാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ നോബിൻ തോമസ് ഇളങ്കുറ്റൂർ, ട്രസ്റ്റി TC അരുൺ തകടിയേൽ, സെക്രട്ടറി MU ജെയിംസ് മടുക്കമൂട്ടിൽ എന്നിവരാണ് നേതൃത്വം നൽകിയത്.